Welcome to Forward Steps Vlogs. This is the 10th part of questions and answers related to Kerala Treasury Code and Kerala Account Test conducted by Kerala Public Service Commission. If this part is useful, then please subscribe and like the channel and enable bell icon for notification. Good luck. ബില്ലിന്റെ പേഴ്സ് കോപ്പി നഷ്ടപ്പെട്ടാൽ സർക്കാർ ഉദ്യോഗസ്ഥൻ സ്വീകരിക്കേണ്ടുന്ന നടപടി എന്ത്? ഉത്തരം, ബിൽ വിവരങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. നോൺ ഗസറ്റഡ് ജീവനക്കാരന്റെ LPC ഇഷ്യൂ ചെയ്യുന്നത് ആര്? ഉത്തരം, ഓഫീസ് മേധാവി. സർക്കാർ സ്ഥാപനങ്ങൾ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് കെട്ടിടങ്ങളുടെ വാടക നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ള ചട്ടമേത്? ഉത്തരം, കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 191 പ്രകാരം. ഒരു ഓഫീസിലെ കണ്ടിജന്റ് ബിൽ ഒരു നോൺ ഗസറ്റഡ് ഓഫീസർക്ക് എപ്രകാരം വാങ്ങാൻ കഴിയും? ഉത്തരം, തൊട്ടുമുകളിൽ കൺട്രോളിംഗ് ഓഫീസറായിട്ടുള്ള ഗസറ്റഡ് ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്യണം. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നാൽ എന്ത്? ഉത്തരം, ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത കാലാവധിക്കുള്ളിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിന് ഒരു ഡ്രോയിംഗ് ഓഫീസറെ അനുവദിച്ചുകൊണ്ടുള്ള പ്രത്യേക സർക്കാർ ഉത്തരവ്. ട്രഷറി ഡിപ്പാർട്ട്മെന്റ് സർവീസ് പോസ്റ്റേജ് സ്റ്റാമ്പ് വാങ്ങി ശേഖരിച്ച് വിതരണം ചെയ്യുന്നത് എന്നാണ് നിർത്തലാക്കിയത്? ഉത്തരം, 1/10/1985 നിർത്തലാക്കി. പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ടിൽ നിന്നും മെയ് 31 ശേഷം ഡിപ്പോസിറ്റുകൾ പിൻവലിക്കുന്നതിന് ട്രഷറി ഓഫീസർ അനുവദിക്കാറില്ല. കാരണം എന്ത്? ഉത്തരം, മുൻ സാമ്പത്തിക വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിരതദ്രവ്യം തിരികെ നൽകുന്നതിനായി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ആരാണ്? ഉത്തരം, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. മുപ്പത്തൊന്ന് 10/2013 റിട്ടയർ ചെയ്യുന്ന ജീവനക്കാരന്റെ പെൻഷൻ എന്നു മുതലാണ് അനുവദിക്കപ്പെടുന്നത്? ഉത്തരം, 1/11/2013. ഗുഡ് സർവീസ് എൻട്രി എന്ന നിലയിൽ അനുവദിക്കപ്പെടാവുന്ന പെൻഷൻ ഏത്? ഉത്തരം, പൊളിറ്റിക്കൽ പെൻഷൻ. എപ്രകാരമുള്ള പെൻഷനർക്കാണ് നേരിട്ട് ഹാജരാകുന്നതിന് ഇളവ് അനുവദിച്ചിട്ടുള്ളത്? ഉത്തരം, ശാരീരിക ബുദ്ധിമുട്ടോ ദൗർബല്യമോ അനുഭവിക്കുന്ന പെൻഷനർക്ക്. സർക്കാർ ചെലവിൽ പെൻഷൻ തുക മണി ഓർഡറായി അയച്ചു കൊടുക്കുന്നത് ആർക്ക്? ഉത്തരം, 75 വയസ്സ് കഴിഞ്ഞ പെൻഷനർക്ക്. പെൻഷനർ മസ്റ്റ് റോളിൽ ഒപ്പിടേണ്ടത് എപ്പോൾ? ഉത്തരം, വർഷത്തിൽ ഒരിക്കൽ. പോസ്റ്റൽ മണി ഓർഡറായി പെൻഷൻ വിതരണം നടത്തുന്നതിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെ? ഉത്തരം, കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 286 പ്രകാരം. പെൻഷൻ എത്ര കാലത്തിലധിക കാലം കൈപ്പറ്റാതിരുന്നാൽ ലാപ്സ് ആകും? ഉത്തരം, 3 വർഷത്തിലധികം. ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകി പെൻഷൻ കൈപ്പറ്റുന്ന പെൻഷനർ ട്രഷറിയിൽ നേരിട്ട് ഹാജരാകേണ്ടുന്ന കാലയളവ്? ഉത്തരം, വർഷത്തിലൊരിക്കൽ. മരണമടഞ്ഞ പെൻഷനറുടെ പെൻഷൻ കുടിശ്ശിക കൈപ്പറ്റുന്നതിനായി അവകാശികൾ ഹാജരാക്കേണ്ടുന്ന സർട്ടിഫിക്കറ്റുകൾ? ഉത്തരം, പെൻഷൻ പേയ്മെന്റ് ഓർഡർ ആൻഡ് അവകാശ സർട്ടിഫിക്കറ്റ് എന്നിവ.
സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പെൻഷനർക്ക് പെൻഷൻ പേയ്മെന്റ് ഓർഡറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അനുവദിച്ചു കൊടുക്കുന്നതിനുള്ള ഫീസ് ഒഴിവാക്കി കൊടുക്കുവാൻ അധികാരമുള്ളത് ആർക്കാണ്? ഉത്തരം ട്രഷറി ഡയറക്ടർക്ക്. പെൻഷനർക്ക് ഗ്രാറ്റുവിറ്റി അനുവദിച്ചു കൊടുക്കുന്നത് ആരാണ്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. ഒരു പെൻഷനർ മാസത്തിന്റെ 14-ാം തീയതി മരണമടഞ്ഞാൽ തന്മാസം എത്ര ശതമാനം പെൻഷൻ ലഭിക്കും? ഉത്തരം 100%. തഹസിൽദാർ ഇഷ്യൂ ചെയ്ത അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് പ്രകാരം മരണമടഞ്ഞ പെൻഷനറുടെ കുടിശ്ശിക പെൻഷൻ ഇനത്തിൽ എത്ര രൂപ വരെ നൽകാവുന്നതാണ്? ഉത്തരം 75,000 രൂപ വരെ. ജില്ലാ ട്രഷറി ഓഫീസർ പ്രതിമാസ ക്യാഷ് ബാലൻസ് റിപ്പോർട്ട് ആർക്കാണ് അയച്ചു നൽകേണ്ടത്? ഉത്തരം 3-ാമത്തെ വർക്കിംഗ് ഡേയിൽ ധനകാര്യ വകുപ്പിന്. പെൻഷനർ മരിച്ചുപോയാൽ കുടുംബത്തിന് എന്നു മുതൽ ഫാമിലി പെൻഷൻ അനുവദിച്ചു കിട്ടും? ഉത്തരം പെൻഷനർ മരിച്ചതിന് അടുത്ത മാസത്തിലെ ആദ്യ ദിവസം. പെൻഷൻ എത്ര കാലം കൈപ്പറ്റാതിരുന്നാൽ വിതരണം നിലച്ചു പോകും? ഉത്തരം 3 വർഷം. ചെലാന് എത്ര കോപ്പികൾ ഉണ്ട്? ഉത്തരം 3 കോപ്പികൾ. വൗച്ചർ എന്നാൽ എന്ത്? ഉത്തരം പേയ്മെന്റ് നടത്തുന്നതിനായി സമർപ്പിച്ചതും പേയ്മെന്റ് നടത്തിയതുമായ ബിൽ. ട്രഷറിയിൽ ലഭിച്ച ചെക്ക് ഫൈനൽ പേയ്മെന്റ് ആയി കണക്കാക്കുന്നത് എപ്പോൾ? ഉത്തരം തുക യഥാർത്ഥത്തിൽ ഗവൺമെന്റിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ. പാർട്ട് ടൈം സ്ലീപ്പർമാരുടെ ശമ്പളം ഏത് കണക്കിലാണ് പെടുത്തുന്നത്? ഉത്തരം കണ്ടിജൻസി ഫണ്ടിൽ. നിലവിലുള്ള പെൻഷൻ പരിഷ്കരിക്കുന്നതിന് അക്കൗണ്ടന്റ് ജനറൽ സ്വീകരിക്കുന്ന നടപടി എന്ത്? ഉത്തരം പരിഷ്കരണത്തിനായി പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകും. പെൻഷൻ പേയ്മെന്റ് ഓർഡറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നൽകുന്നതിനുള്ള പെനാൽറ്റി എത്ര രൂപയാണ്? ഉത്തരം 265 രൂപ. രാജിവെച്ച ഗസറ്റഡ് ഓഫീസർക്ക് വീണ്ടും നിയമനം ലഭിച്ചാൽ ആദ്യ ശമ്പള ബില്ലിനോടൊപ്പം ഉൾപ്പെടുത്തേണ്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ത്? ഉത്തരം ശാരീരിക ക്ഷമത സംബന്ധിച്ച സർട്ടിഫിക്കറ്റ്. ഒരു ഗസറ്റഡ് ഓഫീസർക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ള ക്ഷാമബത്ത കുടിശ്ശിക ലഭിക്കുന്നതിനുള്ള നടപടി എങ്ങനെ? ഉത്തരം അക്കൗണ്ടന്റ് ജനറലിന്റെ പൊതു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ. പെൻഷനറുടെ അപേക്ഷപ്രകാരം ജില്ലാ ട്രഷറി ഓഫീസർക്ക് പെൻഷൻ മറ്റൊരു ട്രഷറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും പ്രസ്തുത വിവരം ആരെ അറിയിക്കേണ്ടതുമാണ്? ഉത്തരം അക്കൗണ്ടന്റ് ജനറലിനെ. ഇൻക്രിമെന്റ് രജിസ്റ്റർ എഴുതി സൂക്ഷിക്കുന്നത് ആരാണ്? ഉത്തരം ഡ്രോയിങ് ഓഫീസർ. സസ്പെൻഷനിൽ കഴിയുന്ന ജീവനക്കാരൻ ശമ്പള ബില്ലിനോടൊപ്പം ഉൾപ്പെടുത്തേണ്ട സർട്ടിഫിക്കറ്റ് ഏത്? ഉത്തരം നോൺ എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ്. ജില്ലാ ട്രഷറി ഓഫീസർ പേഴ്സണൽ ഡിപ്പോസിറ്റിന്റെ ആനുവൽ അക്സെപ്റ്റൻസ് സർട്ടിഫിക്കറ്റ് ട്രഷറിക്ക് ലഭിച്ചില്ല എങ്കിൽ എന്നുവരെ അക്കൗണ്ടിൽ നിന്നും തുക പിൻവലിക്കാൻ അനുവദിക്കുകയില്ല? ഉത്തരം മെയ് 31 വരെ. റിട്ടയർ ചെയ്ത ഗസറ്റഡ് ജീവനക്കാരന്റെ പെൻഷൻ വിതരണം നടത്തുന്നതിനായി LPC ഇഷ്യൂ ചെയ്യുന്നത് ആര്?
ഉത്തരം അവസാന ശമ്പളം വാങ്ങിയ ട്രഷറിയുടെ ഓഫീസർ. ട്രഷറിയിൽ സൂക്ഷിക്കുന്നതും ലാപ്സായതുമായ റവന്യൂ ഡിപ്പോസിറ്റുകൾ പിൻവലിച്ചു കൊടുക്കുന്നതിന് ഉത്തരവിറക്കേണ്ടത് ആരാണ്? ഉത്തരം ജില്ലാ ട്രഷറി ഓഫീസർ. നിരത ദ്രവ്യം ഭാഗികമായി പിൻവലിച്ചു കൊടുക്കരുതെന്ന് അനുശാസിക്കുന്ന ചട്ടം ഏത്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 210Q. സർക്കാർ സർവീസിൽ നിന്നും രാജിവെച്ച ജീവനക്കാരന്റെ അവസാന ശമ്പള ബിൽ മാറുന്ന നടപടി ഡിപ്പാർട്ട്മെന്റ് മേധാവി നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരുടെ അവസാന ശമ്പള ബില്ലിനോടൊപ്പം ഉൾപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റിന്റെ എത്ര കോപ്പി തയ്യാറാക്കണം? ഉത്തരം 3 കോപ്പി. ട്രഷറി ബിൽ ബുക്കിൽ ട്രഷറി ഓഫീസർ പൂരിപ്പിക്കുന്ന കോളങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം കോളം 7 മുതൽ 11 വരെ. ഗ്രാറ്റുവിറ്റി ബിൽ മാറുന്ന ഫോം ഏത്? ഉത്തരം ഫോം TR 107. ട്രഷറി സേവിങ്സ് ബാങ്ക് ചെക്കുകളിൽ മേൽ പ്രൊട്ടക്റ്റീവ് എൻഡോഴ്സ്മെന്റ് ആവശ്യമാണോ? ഉത്തരം ആവശ്യമില്ല. ട്രഷറി സേവിങ്സ് ബാങ്ക് ചെക്കിന്റെ കാലാവധി 3 മാസമായി ക്ലിപ്തപ്പെടുത്തിയ റൂൾ ഏത്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 245B പ്രകാരം. ജില്ലാ ട്രഷറി ഓഫീസർക്ക് ചെക്ക് ബുക്കുകൾ സപ്ലൈ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഉത്തരം ഗവൺമെന്റ് പ്രസിൽ നിന്ന്. സർവീസ് പെൻഷനിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ഉത്തരം സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷൻ, ഫാമിലി പെൻഷൻ. ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കാതെ തിരികെ നൽകുന്ന ചെക്ക് ലീഫുകൾ എന്തു ചെയ്യണം? ഉത്തരം നശിപ്പിച്ചു കളയണം. പെൻഷനർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനായി നടത്തുന്ന കാലാകാലങ്ങളിലുള്ള പരിശോധന ഏത്? ഉത്തരം മസ്റ്ററിംഗ്. പോസ്റ്റൽ മണി ഓർഡർ പ്രകാരം പെൻഷൻ കൈപ്പറ്റുന്നവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എപ്പോഴാണ് ട്രഷറി ഓഫീസർ പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടത്? ഉത്തരം 3 വർഷത്തിൽ ഒരിക്കൽ. പെൻഷൻ പേയ്മെന്റ് ഓർഡറിന്റെ വ്യക്തിഗത കോപ്പി നഷ്ടപ്പെട്ടാൽ ആരാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇഷ്യൂ ചെയ്യുന്നത്? ഉത്തരം ജില്ലാ ട്രഷറി ഓഫീസർ. ഗ്രാറ്റുവിറ്റി തുക പേയ്മെന്റ് ഓർഡർ ലഭിച്ചിട്ടും മാറിയെടുക്കാതെ 3 വർഷം കഴിഞ്ഞാൽ ട്രഷറി ഓഫീസർ സ്വീകരിക്കുന്ന നടപടി എന്ത്? ഉത്തരം അക്കൗണ്ടന്റ് ജനറലിന് തിരികെ അയച്ചു കൊടുക്കും. പെൻഷനർ മരിച്ചാൽ ഫാമിലി പെൻഷൻ എന്നു മുതൽ നൽകി തുടങ്ങും? ഉത്തരം അടുത്ത മാസത്തിന്റെ ആദ്യ പ്രവൃത്തി ദിവസം മുതൽ. ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി തുക ബിൽ സമർപ്പിച്ചാണോ ട്രഷറിയിൽ നിന്നും മാറിയെടുക്കുന്നത്? ഉത്തരം അല്ല, അക്കൗണ്ടന്റ് ജനറലിന്റെ അനുവാദ ഉത്തരവ് പ്രകാരമാണ്. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ മറ്റ് സിലബസുകളുടെ വീഡിയോ ലഭിക്കുന്നതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു.